ഹലോ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ദേവി PV. നമുക്ക് നെറ്റ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്. ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്, മിസ് എവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങണമെന്നുള്ളത്. അത് പലപ്പോഴും MA ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന PG ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ തന്നെ നെറ്റ് വേണം, അല്ലെങ്കിൽ നെറ്റിന് പഠിക്കാൻ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം പറയാറുണ്ട്. പക്ഷെ എപ്പോഴും കൺഫ്യൂഷൻ എവിടെ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് നെറ്റ് മലയാളത്തിന്റെ സിലബസിൽ നിന്നാണ് എന്നുള്ളതാണ്. അപ്പൊ നെറ്റ് മലയാളത്തിന്റെ സിലബസ് മനസ്സിലാക്കിയെടുത്താല് നമുക്ക് ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു എന്ന് പറയാം. നെറ്റ് JRF എന്നുള്ള സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ ഒരു പ്രിപ്പറേഷന്റെ പാർട്ട് നമ്മൾ അവിടെ തുടങ്ങുകയാണ്. അപ്പൊ അത്തരത്തില് നെറ്റ് മലയാളം എഴുതാൻ ആഗ്രഹിക്കുന്നവര്, JRF നേടാൻ ആഗ്രഹിക്കുന്നവര്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ നെറ്റ് മലയാളത്തിന്റെ സിലബസും അതിനെ ഏത് രീതിയിലൊക്കെ ഒരു എക്സാമിലേക്ക് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ജനറൽ പേപ്പർ ഉണ്ട്. ജനറൽ പേപ്പറിന്റെ സിലബസ് വേറെ തന്നെയുണ്ട്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിലും ഗഹനവുമായിട്ട് പഠിക്കേണ്ട ഒരു സിലബസ് ആണ് മലയാളത്തിനുള്ളത്. അപ്പൊ അതില് 10 യൂണിറ്റ് ആണ് ഉള്ളത്. ആ 10 യൂണിറ്റുകളിലും വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ടത് മലയാളം സിലബസ് മനസ്സിലാക്കൽ തന്നെയാണ്. അതുപോലെ തന്നെ കാലക്രമത്തിൽ തന്നെയുള്ള ഓർഡറിൽ ഓരോ പാഠഭാഗവും പഠിക്കാനുള്ള ഒരു ഐഡിയ കൂടി നമുക്ക് ഈ ഒരു സിലബസ് പരിശോധിക്കുമ്പോൾ കിട്ടും. അപ്പൊ ആ ഐഡിയ വെച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. നമുക്ക് സിലബസിലേക്ക് ഒന്ന് നോക്കാം. ഇതൾ 1 യൂണിറ്റ് 1 എന്നുള്ളതാണ് മലയാള സാഹിത്യത്തിന്റെ പ്രാരംഭം എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ തുടങ്ങേണ്ടത്. സിലബസ് പ്രകാരം ആദ്യം കിടക്കുന്നത് യൂണിറ്റ് 1 അതാണ്. 20-ാം നൂറ്റാണ്ട് വരെയുള്ള മലയാള സാഹിത്യത്തിന്റെ ചരിത്രവും സ്വഭാവവും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പൊ 20-ാം നൂറ്റാണ്ട് വരെയുള്ള മലയാള സാഹിത്യം എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ വരും? മലയാളത്തില് ഗദ്യം വരും, പദ്യം വരും. അതിലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ ഇനി അതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. നോക്കിയേ, പാട്ടുപ്രസ്ഥാനം ഒന്നാമത്തേത്. പാട്ടുപ്രസ്ഥാനം, നിർവചനം, വികാസ പരിണാമങ്ങൾ, പ്രധാനപ്പെട്ട കൃതികൾ തുടങ്ങിയവ പാട്ടുപ്രസ്ഥാനത്തിന്. മറ്റൊന്ന് വേറൊരു സ്ട്രീം, ഏറ്റവും പ്രധാനപ്പെട്ട മണിപ്രവാളം. മണിപ്രവാളത്തിന്റെയും നിർവചനം, വർഗീകരണം, വികാസ പരിണാമങ്ങൾ, അതുപോലെ തന്നെ മണിപ്രവാളത്തിലെ ആദ്യകാല മണിപ്രവാള കൃതികൾ, അതുപോലെ മധ്യകാല മണിപ്രവാള കൃതികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സിലബസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാട്ടുപ്രസ്ഥാനവും മണിപ്രവാള പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പാട്ടുപ്രസ്ഥാനം എന്ന് പറയുമ്പോൾ രാമചരിതവും കണ്ണശ രാമായണവും എന്നൊക്കെ തുടങ്ങി ഒരു സ്ട്രീമാണ്. മറ്റേ വശത്ത് മണിപ്രവാളം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ഉണ്ണുനീലി സന്ദേശവും ഉണ്ണിയാടി ചരിതം, അച്ചി ചരിതങ്ങളും ചമ്പു കാവ്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന അതുപോലെ വൈശികതന്ത്രം, ചന്ദ്രോത്സവം എന്നൊക്കെ പറയുന്ന വളരെ വലിയൊരു ഏരിയ. അപ്പൊ ഇവിടെ നിന്നൊക്കെ എന്താണ് നെറ്റ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ ഏരിയ എന്ന് പറയാവുന്ന ഭാഗമാണ് ഇതൊക്കെ. കാര്യം ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ഇല്ലാതെ ഇരിക്കില്ല. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പല പ്രാവശ്യവും ഈ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചു വരാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പഴയകാല സാഹിത്യം പലർക്കും പാടാണെന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ എന്നാലും പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് കിട്ടാവുന്ന ഒരു ഏരിയയാണിത്. അതുപോലെ തന്നെ മലയാളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്ഭവം സംബന്ധിച്ച കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഭാവിയിൽ നമുക്ക് പല പരീക്ഷകൾക്ക് ഉപയോഗകരമായതുകൊണ്ട് തന്നെ വളരെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കേണ്ട ഒരു ഭാഗം കൂടിയാണിത്. ഓക്കെ, അപ്പൊ ആ ഒരു പാട്ടുപ്രസ്ഥാനം, മണിപ്രവാളം 1, 2 എന്ന് പറയുന്ന ഭാഗങ്ങള് അവിടെ തന്നെ കഴിഞ്ഞു. അപ്പൊ അവിടെ തന്നെ 1, 2 എന്നുള്ള ആ ഒരു ഭാഗങ്ങളില് പാട്ടുപ്രസ്ഥാനവും മണിപ്രവാള പ്രസ്ഥാനവും കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് 3 ഇതര കാവ്യ പ്രസ്ഥാനങ്ങൾ എന്നുള്ള ഭാഗത്ത് ഗാഥ, കിളിപ്പാട്ട്, വഞ്ചിപ്പാട്ട്, പാന തുടങ്ങിയിട്ടുള്ള ബാക്കി പ്രധാന കൃതികളാണ്. പിന്നെ ഗദ്യമാതൃകകൾ എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഗം ഗദ്യമാതൃകകളില് ശാസന ഭാഷ, ഭാഷാ കൗടലീയം, അംബരീഷോപാഖ്യാനം തുടങ്ങിയിട്ടുള്ളവയൊക്കെ അവിടെ വരുന്നുണ്ട് ബ്രഹ്മാണ്ഡ പുരാണം, മിഷണറി മലയാളം ഒക്കെ ഇതിൽ നിന്നും ചോദ്യങ്ങൾ വന്ന് കാണാറുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമൊക്കെ കൂടെ ഇതിന്റെ 4ാമത്തെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെയോ 5ാമത്തെ ഭാഗം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ്. അവിടാണ്
മഹാകാവ്യങ്ങൾ കൂടാതെ നമ്മുടെ ഒരു ഖണ്ഡകാവ്യ പ്രസ്ഥാനം അല്ലെ, ആധുനിക കവിത്രയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആശാൻ, ഉള്ളൂർ, വള്ളത്തോളൊക്കെ കടന്നു വരുന്ന ഖണ്ഡകാവ്യ പ്രസ്ഥാനം എന്നുള്ള ഒരു ഏരിയയാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നുണ്ട്. മുക്തകം, വിവർത്തനങ്ങൾ, പിന്നെ സാഹിത്യ കളരികൾ അല്ലെ, സാഹിത്യ കളരികൾ വരുന്നുണ്ട്. അതിൽ കേരളവർമ്മ പ്രസ്ഥാനം, പ്രാസവാദവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. കൊടുങ്ങല്ലൂർ കളരി, പിന്നെയോ കാവ്യ ഭാഷാ ചിന്തയിൽ പ്രാസവാദവും പച്ചമലയാള രചനാവാദവും സൃഷ്ടിച്ച ചലനങ്ങൾ. അപ്പം ഒരു സാഹിത്യ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വൺ വേർഡ് ആൻസേഴ്സ് എഴുതാൻ മാത്രം പഠിച്ചാൽ പോരാ നെറ്റിന്. പിന്നെയോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു, എന്നാലും നമ്മള് പരീക്ഷയിൽ ചോദ്യങ്ങളുടെ വൺ വേർഡ് ആൻസറിലേക്ക് എത്തണമെങ്കിൽ പോലും അനലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിൽ വേണം പഠിക്കാൻ. കാലക്രമങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ ഓരോ കാര്യപ്രസ്ഥാനത്തിന്റെയും പ്രത്യേകത മനസ്സിലാക്കുക, ഇതൊക്കെയും ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നെറ്റിന് തയ്യാറെടുക്കുക. അപ്പൊ ഒന്നാമത്തെ ഭാഗത്ത് മലയാള സാഹിത്യത്തിന്റെ പ്രാരംഭത്തിൽ നമ്മൾ ഏകദേശം പാട്ടിലും മണിപ്രവാളത്തിലൂടെ ഒക്കെ സഞ്ചരിച്ച് ആധുനികതയുടെ അടുത്ത് വരെ എത്തുന്നു അല്ലെ. അപ്പൊ അത്തരത്തിൽ ആ ഭാഗങ്ങൾ മൊത്തം നമ്മൾ കവർ ചെയ്ത് പോകുന്നു. ഇതൾ 2 യൂണിറ്റ് 2 എന്നുള്ള ഭാഗത്തേക്ക് എത്തുമ്പോൾ അടുത്തൊരു ഇതളിലേക്ക് അല്ലെ, അടുത്തൊരു യൂണിറ്റിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇതൾ 2 യൂണിറ്റ് 2 20-ാം നൂറ്റാണ്ട് മുതലുള്ള മലയാള കവിത. അവിടെയും നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ഏരിയയാണ്. പക്ഷെ ഫസ്റ്റ് പാഠപ്രസ്ഥാനവും മണിപ്രവാളവും ഒക്കെ കഴിഞ്ഞിട്ട് ആ കാലക്രമത്തിൽ മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ നല്ല ഈസി ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ മലയാള കവിത എന്നുള്ളത്. ഇവിടെ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മലയാള കവിതയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടേക്ക് ആദ്യകാല കവിത കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. അപ്പൊ ഇവിടെ കാൽപ്പനികത എന്നുള്ളതിന്റെ പ്രാരംഭം, വികസനവും അതുപോലെ തന്നെ പ്രധാന കൃതികൾ, കാൽപ്പനികത പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, റൊമാന്റിസിസം എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ച മലയാളത്തിൽ എങ്ങനെ എന്നുള്ളത്, കാൽപ്പനികത എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അവിടെ മലയാള കവിതയിലെ പ്രധാന കൃതികളും എഴുത്തുകാരും വരുന്നുണ്ട് അല്ലെ. കാൽപ്പനിക കവിതയിലെ പ്രധാന കൃതികളും എഴുത്തുകാരും എന്നുള്ള ഭാഗത്ത് നിന്ന് എല്ലാ തരത്തിലുമുള്ള ചോദ്യങ്ങൾ വരാവുന്നതാണ്. അതുപോലെ തന്നെ ആശാന്റെ കൃതികൾ തന്ന കാലക്രമത്തിൽ എഴുതുക, അല്ലെങ്കിൽ ആധുനിക കവിത്രയത്തിലെ എഴുത്തുകാരുടെ കൃതികൾ കാലക്രമത്തിൽ എഴുതുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അനവധി വരാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെയോ രണ്ടാമത്തെ ഭാഗം കാൽപ്പനികതയുടെ അപജയം, പ്രതികാൽപ്പനികത തുടങ്ങിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് കാൽപ്പനിക പ്രസ്ഥാനം വികസിച്ചു വന്നതെന്നും അത് എങ്ങനെയാണ് അതിന്റെ പ്രതികാൽപ്പനികത എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിയതെന്നും, പിന്നെ മലയാള കവിതയിലെ അത്തരത്തിലുള്ള ഒരു പ്രധാന കൃതികളെയൊക്കെ പഠിക്കുന്നുണ്ട്. ചെങ്ങമ്പുഴ അല്ലെ, ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഇടപ്പള്ളി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് ആദ്യം കാൽപ്പനികതയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് അനേകം ചെറിയ എഴുത്തുകാരും ഉണ്ട്. ചെറിയതെന്ന് പറഞ്ഞാൽ എന്താണ്, കാവ്യത്തിന്റെ എണ്ണം കൊണ്ട് എഴുത്തുകളുടെ എണ്ണം കൊണ്ട് നമുക്ക് ചെറിയ ഏരിയ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന എഴുത്തുകാരെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കൃതികൾ എഴുതി, ഇപ്പൊ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഇടപ്പള്ളിയുടെ ഒരുപാട് അനവധി കൃതികളുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ പഠിക്കണം. അപ്പൊ അത്തരത്തിലുള്ള പിന്നെ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ വരാറുണ്ട്. ഒരു പ്രാവശ്യം ചെങ്ങമ്പുഴയുടെ വരികൾ തന്നിട്ട് അത് ചെങ്ങമ്പുഴയുടെ അല്ലാത്തത് ചോദിച്ചു. അപ്പൊ അത്രയും ഡീപ്പായിട്ട് തന്നെ നമ്മൾ ഇതിനെ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ചോണം. ആധുനികത എന്നുള്ളതാണ് അടുത്ത ഭാഗം. നമുക്കറിയാം അല്ലെ, ആധുനികത, പ്രധാന കൃതികൾ, എഴുത്തുകാർ, ആധുനിക കവികളെ കുറിച്ചുള്ള ഒരു അറിവ്. പിന്നെയോ ആധുനികോത്തര കവിത എന്നെത്തുമ്പോൾ ദളിത് കവിതകള്, സ്ത്രീ കവിതകള്, പരിസ്ഥിതി കവിതകള്, പിന്നെയോ സൈബർ കവിതകൾ അല്ലെ, പുതിയ മേഖലയിലെ സൈബർ കവിതകൾ. അപ്പൊ ആദ്യ ഭാഗത്ത് നമ്മള് നമ്മുടെ കവിത്രയത്തിന്റെ കവിതകളും ഒക്കെ പഠിച്ചതിന് ശേഷം രണ്ടാമത്തെ ഇതളിൽ എത്തുമ്പോഴേക്കും നമ്മൾ കാൽപ്പനികതയുടെ അപജയവും അതിന്റെ തുടർച്ചയുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ പ്രീ റൊമാന്റിസിസവും പിന്നെ റൊമാന്റിക് പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ രണ്ടാമത്തെ മലയാള കവിതയുടെ ഒരു പ്രാരംഭം തൊട്ട് സമകാലിക അവസ്ഥ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു തീർക്കും. പിന്നെ അടുത്ത നമ്മൾ പോകുന്നത് യൂണിറ്റ് 3ലേക്കാണ്. ഇതൾ 3 കഥാസാഹിത്യം. കവിതയെ പറ്റി പറഞ്ഞ പോലെ യൂണിറ്റ് 3 കഥാസാഹിത്യത്തിൽ നമ്മൾ ചെറുകഥയും നോവലും പ്രാരംഭഘട്ടം തൊട്ട് ഈ സമകാലികമായ പ്രവണതകൾ വരെ പരിചയപ്പെടുന്ന ഒരു ഘട്ടമാണ് അല്ലെ. അപ്പം പ്രാരംഭഘട്ടത്തിലെ ചെറുകഥ, ആദ്യകാല ചെറുകഥ, വേങ്ങിയ കുഞ്ഞിരാമൻ നായരുടെ ഏതാണ് വാസനാവികൃതി, വേങ്ങിയ കുഞ്ഞിരാമൻ നായനാർ രചിച്ച വാസനാവികൃതി എന്നുള്ള ചെറുകഥയുടെ തുടക്കം തൊട്ട് അതിന് മുമ്പ് ഉണ്ടല്ലേ. നമുക്കറിയാം പാശ്ചാത്യ സ്വാധീനം എങ്ങനെയാണ് നമ്മുടെ കഥയെ വന്നത്, ഭാരതീയമായിട്ടുള്ള കഥകൾ
അല്ലെ, പഞ്ചതന്ത്രം കഥകൾ എന്തൊക്കെ, അതുപോലെ തന്നെ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ജാതക കഥകൾ, ഇതൊക്കെയുമാണ് നമ്മുടെ ചരിത്രം, ഭാരതീയ കഥാപാരമ്പര്യത്തിന്റെ ചരിത്രം. അതിൽ തുടങ്ങി തന്നെ നമ്മൾ എല്ലാം കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പഠിച്ചു പോകണം. എന്നിട്ട് എവിടെ വന്ന് നിൽക്കും? നമ്മുടെ ഇന്ന് ഇറങ്ങിയ ഒരു പുസ്തകം വരെ നമുക്ക് പഠിക്കാൻ ഉള്ളതാണ് എന്നുള്ളത് നെറ്റ് മലയാളം വിദ്യാർത്ഥികൾ എന്തായാലും മനസ്സിലാക്കണം. കാര്യം നമുക്ക് സാഹിത്യം പഠിക്കുക എന്നുള്ളത് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. സാഹിത്യ വിഷയകമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചോദ്യങ്ങളിൽ വരാം. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ച് വേണം ഫാസ്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഇവിടെ മലയാളത്തിൽ ചെറുകഥ, നോവൽ എന്നീ സാഹിത്യ ജനുസുകളെ ആക്കിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. മലയാള ചെറുകഥ ഉത്ഭവം തൊട്ട് ഇന്ന് വരെ, നോവലിന്റെ ഉത്ഭവം തൊട്ട് ഇന്ന് വരെ വലിയൊരു ഭാഗമാണ്. പക്ഷെ കറക്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് പഠിച്ചു തീർക്കാം അല്ലെ. ഓക്കെ, ഇതിൽ 4 ദൃശ്യകലയും സാഹിത്യവും എന്നുള്ളതാണ്. ഇവിടെ എന്തൊക്കെയാ വരുന്നതെന്ന് നോക്കിയേ. ആട്ടക്കഥകൾ അല്ലെ, അതുപോലെ തന്നെ കഥകളിയുടെ ആണെങ്കിൽ ചരിത്രം, ആട്ടക്കഥകൾ എഴുതിയ എഴുത്തുകാര്, പ്രധാന ആട്ടക്കഥകൾ എന്തൊക്കെയാണ്, ഈ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സംഗീതം, അതുപോലെ തന്നെ കല്ലടിക്കോട് എന്നൊക്കെ പറയുന്ന ആദ്യകാല സങ്കേതങ്ങളെ കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തുള്ളൽ എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന്റെ ഭാഗത്ത് നിന്ന്, അതുപോലെ മലയാള നാടകം, ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? മലയാള നാടകം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മള് നോവൽ, ചെറുകഥ, കവിതയൊക്കെ പോലെ തന്നെ മലയാള നാടകം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. മലയാള നാടകത്തിന്റെ ചരിത്രം തൊട്ട്, സംഗീത നാടകങ്ങൾ തൊട്ട് ഇങ്ങോട്ട് ചരിത്രം തൊട്ട് പുതിയ കാല പ്രവണതകൾ വരെ മലയാള നാടകത്തിന്റെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അത് പറയുന്നുണ്ട്. ആദ്യകാല നാടകങ്ങള്, പ്രഹസനങ്ങളൊക്കെ ചോദ്യങ്ങളിൽ സ്ഥിരം വരും അല്ലെ. കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പൊക്കെ CV രാമൻപിള്ളയുടെ, EV കൃഷ്ണപിള്ളയുടെ ഒക്കെ പ്രഹസനങ്ങളിൽ നിന്നും ഒക്കെ ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ അസംബന്ധ നാടകം എന്താണ്, തനത് നാടകം എന്താണ്, തുടങ്ങി ഇതുവരെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞോ? നാടകം കഴിഞ്ഞ് വലിയൊരു ഏരിയ വരുന്നുണ്ട്. കാര്യം നെറ്റ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മളുടെ സിനിമ ഡയലോഗുകൾ വരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വരാവുന്ന ഒരു ഭാഗമാണ് തിരക്കഥയും സിനിമയും എന്നുള്ളത്. മലയാളത്തിലെ സിനിമയിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു ഏരിയ ചലച്ചിത്ര ഗാനങ്ങൾ എന്നുള്ളതാണ്. ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്നും അനേകം ചോദ്യങ്ങൾ വരാറുണ്ട്. അവയുടെ രചയിതാക്കൾ ആരാണെന്നുള്ളതും ഒക്കെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തിരക്കഥകളെ പറ്റിയും അതുപോലെ തന്നെ ചലച്ചിത്രത്തെ പറ്റിയും ഒക്കെ പഠിക്കണം. പ്രധാനമായിട്ടും ദേശീയ അവാർഡ് അല്ലെ, ദാദാസാഹേബ് അവാർഡ് ഉണ്ട്, ദേശീയ അവാർഡ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംവിധായകരുണ്ട്. P. പത്മരാജനും അരവിന്ദനും ഒക്കെ ഏതൊക്കെ സിനിമകളാണ് സംവിധാനം ചെയ്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ഗണം തന്നിട്ട് ഇതില് G. അരവിന്ദന്റേതല്ലാത്ത സിനിമ ഏത് എന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ എല്ലാം അറിയണ്ടേ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. കൂടുതൽ ചോദ്യങ്ങൾ കൂടി വരുന്നതാണ് കാണാൻ പറ്റുന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം. ഇനി 5-മത്തേത് നാടോടി വിജ്ഞാനി അല്ലെ. നാടോടി വിജ്ഞാനി. അപ്പൊ നമ്മൾ ഇത്രയും നേരം കൊണ്ട് 4-മത്തെ യൂണിറ്റോട് കൂടി മലയാളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യ ശാഖകള്, നോവലാവട്ടെ, ചെറുകഥയാവട്ടെ, കവിതയാവട്ടെ, അതിൻ്റെ ഇടയിൽ ആട്ടക്കഥ, തിരക്കഥ, ഇതൊക്കെ വന്നുപോയി. ഇനി നമ്മൾ എന്തിലേക്ക് പോകുന്നു? കുറച്ച് ഫോക്ലോർ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. അതിലാണ് നാടോടി വിജ്ഞാനീയം എന്നുള്ള ഭാഗം വരുന്നത്. പലപ്പോഴും എനിക്ക് തോന്നുന്നു 5-മത്തെ ഭാഗം പലപ്പോഴും കുറെ പേര് വിട്ടുകളയാറുണ്ട്. അത് കുഴപ്പമില്ല, ഇത്രയും വലിയ 4 ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് 5-മത്തെ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. പക്ഷെ തെറ്റാണ്. അങ്ങനെ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഒരു യൂണിറ്റും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങൾക്ക് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കാം. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. അപ്പൊ ഇവിടെ നാടോടി വിജ്ഞാനീയം എന്നുള്ള ഭാഗത്ത് ഫോക്ലോറിന്റെ നിർവചനം, സമീപനം, അതിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ നിന്നുമൊക്കെ എപ്പോഴും ചോദ്യം വരാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ പുരാവൃത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ അനുഷ്ഠാനേതര കലകളെ കുറിച്ച് കലകൾ ചോദിക്കാറുണ്ട് അല്ലെ. സംഘക്കളി, ചാത്തിരക്കളി എന്നൊക്കെ പറയുന്ന ഏതാണ്? കണ്യാർ കളി, അതുപോലെ തന്നെ പൊറാട്ട് നാടകം, ഇങ്ങനത്തെ കാക്കാരിശി നാടകം തുടങ്ങിയിട്ടുള്ളവയൊക്കെ ചോദ്യങ്ങളിൽ വരാം. അപ്പൊ അത്തരത്തിലുള്ള നാടൻ കലാരൂപങ്ങള്, പിന്നെയോ പഴഞ്ചൊല്ല്, കടങ്കഥ, ഇതൊക്കെയാണ് വരുന്നത്. പടയണി, മുടിയേറ്റ് അല്ലെ, ഭൂതക്കോലം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഫോക്ലോർ പരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. വിശദമായി തന്നെ പഠിക്കുന്നുണ്ട്. നെറ്റാണ് എന്ന് ഓർക്കുക. ഇനിയിപ്പോ JRF എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തി പഠിക്കേണ്ടതുണ്ട്. നെറ്റിന് പഠിക്കാൻ നമ്മൾ റെഡി ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? JRF കൂടി ആയിരിക്കണം അല്ലെ. എന്തായാലും നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ അത് കുറച്ചുകൂടെ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് JRFലേക്ക് എത്താവുന്നതേ ഉള്ളൂ.
പ്രത്യേകിച്ച് ഇപ്പൊ MA ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രമം തുടങ്ങാനുള്ള സമയമായി. ഇനി 6ാമത്തെ യൂണിറ്റ് മലയാള നിരൂപണമാണ്. ഇവിടെയും മലയാള നിരൂപണത്തിന്റെ ഉൽപ്പത്തി തൊട്ട് വരുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഖണ്ഡന വിമർശനം എന്നും മണ്ഡന വിമർശനം എന്നും ഒക്കെ ഉള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നീട് എങ്ങനെയാണ് പത്രപ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് മലയാള നിരൂപണം എന്നുള്ള ശാഖ വളർന്നു വന്നത് എന്നുള്ളത് പഠിക്കും നമ്മൾ ഇവിടെ. ആദ്യം പുസ്തക അഭിപ്രായങ്ങളായിരുന്നു അല്ലെ. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് CP അച്യുതമേനോനും ഒക്കെ നമ്മൾ പഠനത്തിന്റെ തുടക്കത്തിൽ മലയാള വിമർശനത്തിൽ പറയുന്നതാണ്. നിരൂപണത്തിന്റെ ആദ്യഘട്ടം, അതുപോലെ തന്നെ അവിടാണ് ആദ്യകാല നിരൂപകർ വരുന്നത്. ആദ്യകാല നിരൂപണങ്ങൾ, അത് പത്രമാസികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും വരുന്നുണ്ട്. പാശ്ചാത്യ നിരൂപണ സിദ്ധാന്തങ്ങളുടെ കടന്നുവരവ്, പിന്നെ പ്രമേയവും രൂപവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മലയാള നിരൂപണത്തിൽ ഉണ്ടായ ചർച്ച, തുടർന്ന് ആധുനിക നിരൂപണ രീതിയിലേക്ക് അല്ലെ ആധുനിക വിമർശനം എന്നുള്ള ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഏറ്റവും വർത്തമാനകാല വിമർശനം എന്ന് പറയുമ്പോൾ അവിടെ ദളിത് വിമർശനവും പാരിസ്ഥിതിക വിമർശനവും ഒക്കെ വരുന്നുണ്ട്. ഇതിലെ പുസ്തകങ്ങൾ പ്രധാനപ്പെട്ടത് അവരുടെ എഴുത്തുകാരൊക്കെ ചോദ്യങ്ങളിൽ എപ്പോഴും വരുന്നതാണ് അല്ലെ. ആധുനികതയുമായിട്ട് ബന്ധപ്പെട്ട വിമർശകര് അവരുടെ പുസ്തകങ്ങളും ഒക്കെ നമ്മുടെ ചോദ്യങ്ങളിൽ സ്ഥിരം ചേരുംപടി ചേർക്കാനൊക്കെ വരുന്നതാണ്. അപ്പൊ ഒരു അത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുതിയ ജനപ്രിയ സാഹിത്യ പഠനം, സംസ്കാര പഠനം, തർജ്ജമ പഠനം, സാഹിത്യ ചരിത്ര വിജ്ഞാനിയും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും ഒരു കാര്യം ഓർക്കുക, പലർക്കും സംസാരിക്കുമ്പോൾ ലാസ്റ്റ് നെറ്റ് മലയാളം പരീക്ഷയുടെ അടുത്തെത്തുമ്പോൾ എല്ലാവരും പറയും മിസ്സേ ഈ ഒരു ലാസ്റ്റ് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ വിടുന്നുണ്ട് യൂണിറ്റുകളുടെ. ലാസ്റ്റ് വരുന്ന മിക്കവാറും വിവർത്തനവും തർജ്ജമയായിരിക്കും. അത് ചെറുകഥയാവട്ടെ, നോവലാവട്ടെ, കവിതയാവട്ടെ. തർജ്ജമ വിവർത്തനം എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അവിടെ ചോദ്യങ്ങൾ വരുന്ന ഏരിയയാണ്. അപ്പൊ ലാസ്റ്റ് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. ഓരോ യൂണിറ്റിന്റെയും ലാസ്റ്റ് വരെയുള്ള ഭാഗങ്ങളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഉണ്ട് എന്ന് മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഇനി ഇതൾ 7 എന്താണ്, മറ്റ് സാഹിത്യ വിഭവങ്ങൾ. അങ്ങനെ കാണുമ്പോൾ നമുക്ക് അതും വിടാനുള്ള ടെൻഡൻസി പലരുടെയും മനസ്സിൽ ഉണ്ടാവാറുണ്ട്. മറ്റ് സാഹിത്യ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരുന്നുണ്ട് അവിടെ? ജീവചരിത്രം, ആത്മകഥ, അതുപോലെ തന്നെ നിഘണ്ടുക്കള്, അതുപോലെ വിജ്ഞാനകോശങ്ങള്, താരതമ്യ സാഹിത്യ പഠനവും വിവർത്തന പഠനവും ഒക്കെ വരുന്നുണ്ട്. വിട്ടുകളയാൻ പറ്റുന്ന ഏരിയയാണോ? അല്ല അല്ലെ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയറിലെ നോക്കിയാൽ അറിയാം, ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ വിട്ടുകളയാതെ തന്നെ തർജ്ജമയും ഇതും എല്ലാം പഠിക്കേണ്ടതുണ്ട്. ജീവചരിത്രം, ആത്മകഥയും ഒക്കെ. ആത്മകഥ ചേരുംപടി ചേർക്കാൻ കഴിഞ്ഞ 2 പരീക്ഷയിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വിട്ടുകളയരുത്. പക്ഷെ 7ാമത്തെ യൂണിറ്റ് ബാക്കിയുള്ളതിനെക്കാട്ടി ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള സമയം മാറ്റി വെച്ചാൽ മതി. അപ്പൊ സമയക്രമത്തില് വ്യത്യാസം കൊണ്ടുവന്നാൽ മതി, വിട്ടുകളയേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ ആദ്യമേ പഠിച്ചു തുടങ്ങി ഒന്നും വിട്ടുകളയേണ്ട ആവശ്യമില്ല. അവസാനം ആവുമ്പോഴേക്കാണ് തിരക്ക് പിടിച്ച് എന്തെങ്കിലും ഒക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നത്. ഇനി അവസാന 3 യൂണിറ്റുകളിലേക്ക് പോകാം. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലയാളത്തിലെ ഭാഷാശാസ്ത്രവും വ്യാകരണവും അല്ലെ. ഭാഷാശാസ്ത്രത്തെയും വ്യാകരണത്തെയും കുറിച്ച് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷനും സങ്കടവും ഒക്കെ കുറച്ച് പേര് പറയാറുണ്ട്. അയ്യോ ഇത് പാടാണ്, ഇതിൽ നിന്ന് എനിക്ക് മാർക്ക് കിട്ടില്ല. വെറുതെയാണ്. കാര്യം പഠിച്ചാൽ മാർക്ക് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ് മലയാളത്തിൽ എന്നറിയാം. കാര്യം ഭാഷാശാസ്ത്രത്തിന്റെ കൃത്യമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ ഒരു ഭാഗം കവർ ചെയ്താൽ മതി. വ്യാകരണത്തിനും കൃത്യമായി നമ്മൾ പഠിക്കേണ്ട ചില ഏരിയകളുണ്ട് അല്ലെ. പ്രത്യേകിച്ച് ഇപ്പൊ ലീലാതിലകവും കേരള പാണിനിയവും കമ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് നസ്തസ്യ ടഹ എന്നുള്ള സൂത്രം ഉദ്ദേശിക്കുന്നത്? കേരള പാണിനിയത്തിലെ ഏത് ഒരു നിയമവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. വാരി വലിച്ച് പഠിക്കേണ്ട എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് എന്താണ്, വ്യാകരണവും ഭാഷാശാസ്ത്രവും ഒക്കെ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. പ്രാചീന ഭാരതത്തിലെ ഭാഷാ പഠന രീതികൾ തൊട്ട് പുതിയ രീതിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക്സും ഒക്കെയാണ്. നമുക്ക് അത്രയും കാര്യങ്ങൾ പഠിച്ച ഭാഷാശാസ്ത്രം എന്നുള്ള ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആക്കാം. മലയാളത്തിലെ ഭാഷോൽപത്തി സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ ഭാഷാ കക്ഷ്യകളും അതുപോലെ വ്യാകരണത്തിലെ സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ തുടങ്ങി മലയാള വ്യാകരണവുമായിട്ട് പ്രധാനപ്പെട്ട സങ്കേതങ്ങളൊക്കെയാണ് അടുത്തതായിട്ട് വരുന്നത് അല്ലെ. ഭേദകവും സന്ധിയും സമാസവും ഒക്കെ അവിടെ വരുന്നുണ്ട്. അടുത്തതോ സാഹിത്യ സിദ്ധാന്തങ്ങളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ. മലയാളത്തിലെ പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള സാഹിത്യ സിദ്ധാന്തങ്ങൾ. ആദ്യം പൗരസ്ത്യമാണ്. പൗരസ്ത്യത്തില് നമ്മുടെ നന്നൂലിലും അതുപോലെ തന്നെ തിണസങ്കല്പവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട തൊൽക്കാപ്യത്തിലെയൊക്കെ തുടങ്ങിയിട്ട് ദ്രാവിഡ രീതിയിലുള്ള കാവ്യങ്ങളിലെയൊക്കെ കാവ്യസങ്കല്പങ്ങൾ തുടങ്ങി കവി, കാവ്യഹേതുക്കൾ, അത്തരത്തിലുള്ള അല്ലെ ഭാമഹനും ഭട്ടലൊല്ലടനും മമ്മടനും കുന്തകനും വക്രൗത്തിയും രസസിദ്ധാന്തവും ധ്വനി സിദ്ധാന്തവും ഒക്കെ വരുന്ന വളരെ ഈസി ആയിട്ട് പഠിച്ചെടുത്ത ഈസി ആവുന്ന ഒരു ഏരിയയാണ്.
പലരും ബുദ്ധിമുട്ട് പറയാറുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് അത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ ഈസിയാണ്. പിന്നെയോ പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ, ക്ലാസിസം, നിയോ ക്ലാസിസം, റൊമാന്റിസിസം, നാച്ചുറലിസം തുടങ്ങി ഇന്ന് എത്തി നിൽക്കുന്ന സ്ത്രീവാദം, ദളിതവാദം വരെയുള്ള സമകാലിക പ്രവണതകൾ വരെയുള്ള ഒരു ഏരിയയാണ് ഈ ഭാഗത്ത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ ഒരു ഇതായിട്ട് അല്ലെ. അതായത് 9ാമത്തെ യൂണിറ്റില് 3 എണ്ണമാണ് ഉള്ളത്. അപ്പൊ അത് അത്രയും കവർ ചെയ്താൽ നമുക്ക് ആ ഒരു ഭാഗം ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഈ ഇതൾ 10 ലാസ്റ്റ് ആണെങ്കിലും ഒഴിവാക്കാൻ പാടില്ല. കഴിഞ്ഞൊക്കെ പരീക്ഷ ഇഷ്ടം പോലെ വന്നെയാണ്. കേരള സംസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർക്കേണ്ട എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഏരിയകള്? സംഘകാല സാഹിത്യം നിങ്ങൾ പഠിച്ചേ പറ്റൂ, തിളസങ്കല്പം പഠിച്ചേ പറ്റൂ, അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കാലക്രമം അനുസരിച്ച് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അതിലെ പ്രധാന ചോദ്യങ്ങളുടെ ഏരിയയായി. പിന്നെ കേരള ചരിത്രപരമായിട്ടുള്ള പുസ്തകങ്ങൾ അല്ലെ, ഗ്രന്ഥങ്ങളും അവയുടെ കർത്താക്കളും ചോദിക്കാറുണ്ട്. സംഘകാലവുമായിട്ട് ബന്ധപ്പെട്ട് മന്റം എന്താണെന്നും അതുപോലെ തന്നെ നമ്മുടെ ഐന്തിണ സങ്കല്പം അല്ലെ, കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, ഇതൊക്കെ നെയ്തൽ, ഇതൊക്കെ ഇതിലെയൊക്കെ അധിവസിച്ചിരുന്നവരാരാണെന്നും അവരുടെ രീതികളെ പറ്റിയും സംസ്കാരത്തെ പറ്റിയും ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കേരള സംസ്കാരം എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്താം. അപ്പൊ ഇവിടെ ഐക്യ കേരള പിറവി വരെ, ജനാധിപത്യ ഭരണമൊക്കെ തുടങ്ങിയവരെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇങ്ങനെ 10 യൂണിറ്റുകളാണ് നെറ്റ് മലയാളം സിലബസിൽ ഉള്ളത്. ഈ 10 യൂണിറ്റുകള് കൃത്യമായിട്ടുള്ള കാലം കൊണ്ട് പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റണം. പരീക്ഷയുടെ 1-2 മാസത്തിന് മുമ്പ് സിലബസ് എടുത്തു വെച്ചിട്ട് JRF വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ എന്തിനാണ് വെറുതെ സമയം കളയുന്നത് അല്ലെ? നമുക്ക് ഇനി സമയമുണ്ട്. നെറ്റിന്റെ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതില് നമുക്ക് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാവും. എനിക്ക് വിചാരിച്ച അത്രയും സ്കോർ ചെയ്യാൻ പറ്റുമോ, നെറ്റ് കിട്ടും, JRFലേക്ക് എത്തണമെന്നുള്ളവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഇനിയുള്ള നെറ്റ് ഒരു പ്രതീക്ഷയാണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ പ്ലാൻ ചെയ്ത് തന്നെ നമുക്ക് പഠിക്കണം. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് സമയം കൊടുത്ത് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പഠിച്ചു തുടങ്ങണ്ടേ? നേരത്തെ പഠിച്ചു തുടങ്ങാനായിട്ട് കൃത്യമായ സ്റ്റഡി പ്ലാൻ വേണം. കൃത്യമായിട്ട് നമുക്ക് ഒരു ഗൈഡൻസിന് ഒരാൾ വേണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ JRF എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ CC-യിൽ അത്തരത്തിലൊരു കോഴ്സും അതുപോലെ തന്നെ കൃത്യമായ സ്റ്റഡി പ്ലാനും ടൈം ബേസ്ഡ് ആയിട്ട് എങ്ങനെ സിലബസ് തീർക്കാം എന്നുള്ളതിന്റെ ടിപ്സും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് 120 ദിവസത്തേക്ക് അല്ലെങ്കിൽ 120 ദിവസം കൊണ്ട് കൃത്യമായിട്ട് എങ്ങനെ ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും പഠിച്ച് നിങ്ങൾക്ക് നെറ്റ് നേടാം അല്ലെങ്കിൽ JRF നേടാം എന്നുള്ളതാണ് ഇവിടെ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട്, ഈ 120 ഡേയ്സ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ലിങ്കിൽ നിന്നും ഗൂഗിൾ ഫോം കിട്ടും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഫ്രീഡം ഓഫർ ആയിട്ട്, ഇൻഡിപെൻഡൻസ് ഡേ വരികയാണല്ലേ, അപ്പൊ ഫ്രീഡം ഓഫർ ആയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് 2027 ജൂൺ വരെ 50% ഓഫറോട് കൂടി പഠിക്കാനും ഉള്ള ഒരു സൗകര്യം ഇപ്പൊ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ വേണം അല്ലെ. അതുപോലെ തന്നെ മികച്ചൊരു ഗൈഡൻസ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് JRF നെറ്റ് എന്നുള്ള സ്വപ്നം കുറച്ചുകൂടി എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ നിങ്ങളെ ആ ഒരു സ്വപ്നത്തിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാനായിട്ട് ഇവിടെ CC-യിൽ ഒരു 120 ഡേയ്സിന്റെ മിഷൻ JRF എന്നുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കോഴ്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ടൈം ബേസ്ഡ് ആയിട്ട് എങ്ങനെ സിലബസിനെ കവർ ചെയ്യണം, കൂടുതൽ ഏതൊക്കെ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നൊക്കെ ഉള്ളത് ഈ കോഴ്സിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും. കൃത്യമായ മെന്റർഷിപ്പ് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള കൃത്യമായ ഗൈഡൻസ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ UGC JRF നെറ്റ് എന്നുള്ള സ്വപ്നത്തിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഈ 120 ഡേയ്സിന്റെ മിഷൻ JRF എന്നുള്ള കോഴ്സിലേക്ക് ചേരാനായിട്ട് നിങ്ങൾ ഇതിനോടൊപ്പമുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു കോണ്ടാക്ട് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇനിയിപ്പോ നമുക്കറിയാം ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരികയാണ്. അപ്പൊ ഈ ഓഗസ്റ്റ് 8 തൊട്ട് 15 വരെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു ഫ്രീഡം ഓഫർ ഉണ്ട്. അപ്പൊ ഈ ഫ്രീഡം ഓഫർ വഴി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ജൂണിലെ കോഴ്സ് 2027 ജൂൺ വരെ ഈ ഒരു കോഴ്സ് അവൈൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം കളയാതെ തന്നെ ഒരു വർഷം എന്നുള്ള ഒരു പ്ലാൻ ഇട്ട് തന്നെ നെറ്റ് JRF സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റും.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സിലബസോ അല്ലെങ്കിൽ ഈ നെറ്റ് JRFുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ അറിയണം, ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ഈ ഫ്രീ ഗ്രൂപ്പിൽ ഇതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫ്രീ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സിലബസ് എന്നുള്ളത്, എങ്ങനെയാണ് നെറ്റിന് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നെറ്റ് JRF എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് ഒരുമിച്ചെത്താനായിട്ട് CC ഇവിടെ നിങ്ങളോടൊപ്പം റെഡിയാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നല്ല ഉന്മേഷത്തോടെ അടുത്ത നെറ്റ് JRF നമ്മൾ നേടുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ പഠിച്ച് മുന്നോട്ട് പോവാം. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി.